കാസർഗോഡ് പൈവളികെ പഞ്ചായത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച കോൺഗ്രസ് സംഘത്തെ സസ്പെൻഡ് ചെയ്തു. 15-ാം വാർഡ് അംഗം അവിനാഷ് മച്ചാദോയ്ക്കെതിരെയാണ് നടപടി. മുസ്ലിം ലീഗ് വഞ്ചിച്ചതുകൊണ്ടാണ് BJPയെ പിന്തുണച്ചതെന്ന് അവിനാഷ് 24-നോട് പറഞ്ഞു. ഇതുവരെ അവർ വിട്ടുകൊടുത്തിട്ടില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലീഗർ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഓർക്ക് 8 CPM ഉണ്ട്, 2 മുസ്ലിം ലീഗ് ഉണ്ട്, അത് മതി ഇവർക്ക്. അപ്പൊ നമ്മളെ കോൺഗ്രസിന് കൊടുക്കുന്ന ആവശ്യമില്ല. ഓർ പറഞ്ഞ വാക്കിന് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ അവിശ്വാസ മത ബെറോണി ഞാൻ കാത്തോണ്ടുണ്ടായി. അപ്പൊ BJPക്കാരെ അവിശ്വാസ മത കൊണ്ടുവന്ന് വരുമ്പോ ഞാൻ അത് അവിശ്വാസ മത ഈ ഭരണത്തിന് എതിരായിട്ട് അവിശ്വാസ മത കൊട്ടിട്ടു. അപ്പൊ ഇതാണ് സംഭവം. മുസ്ലിം ലീഗ് വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. വഞ്ചിച്ചു. പിന്നെ അതല്ലാതെ എത്ര 3 വർഷമായല്ലേ ഇത് കളിപ്പിച്ചല്ലേ കൊടുക്ക പറഞ്ഞിട്ട്. അത് എന്റെ വൈയക്തിക വിഷയത്തിൽ ഞാൻ ഇട്ടത്. അതല്ലാതെ ഞാൻ BJP പ്രസിഡന്റിന് വോട്ടിട്ടത് അതെന്തല്ല. BJP പ്രസിഡന്റ് വോട്ടിട്ടത് അതല്ല. ഞാൻ വോട്ടിട്ടത് അവിശ്വാസമത കൊണ്ടുവരണോ പറഞ്ഞിട്ട്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും കാസർഗോഡ്. അരുൺ, ഇത് ഒരു കലങ്ങി മറിഞ്ഞ മുന്നണി സംവിധാനമായല്ലോ കാസർഗോഡ്. ഇപ്പോൾ ഈ പഞ്ചായത്തിലാണെങ്കിലും ഇവിടെ BJP കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ ഒരു കോൺഗ്രസ് സംഘം പിന്തുണയ്ക്കുന്നു. ആ അവിശ്വാസ പ്രമേയത്തിൽ CPM-നെ പിന്തുണച്ച് ലീഗ് അംഗങ്ങൾ ആകെ രംഗത്ത് വരുന്നു. എന്താണ് ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ അവിടെ UDF-നകത്തെ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിൽ ഒതുങ്ങുമോ അതോ അതിനപ്പുറത്തേക്ക് അത് വ്യാപിക്കുമോ? വിജയകുമാർ, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ 8 അംഗങ്ങളാണ് BJPക്കും LDF-നും ഉള്ളത്. ഇത് നറുക്കെടുപ്പിലൂടെയാണ് ഈ LDF-ന് പ്രസിഡന്റ് സ്ഥാനവും BJPക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചത്. ആകെ 19 അംഗങ്ങളുള്ള ഭരണസമിതിയിൽ 2 അംഗങ്ങൾ മുസ്ലിം ലീഗിനും 1 അംഗം കോൺഗ്രസിനുമാണ്. ഈ 2 അംഗങ്ങൾ LDF-നെ സപ്പോർട്ട് ചെയ്തു. UDF-ന്റെ അംഗങ്ങൾക്ക് LDF സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യം അത് ലീഗിനാണ് നൽകിയത്. തുടർന്ന് ഒരംഗത്തിന്, അതായത് കോൺഗ്രസിന്റെ ഏക അംഗമായ അവിനാശിന് ഈ സ്ഥാനം 6 മാസം കഴിഞ്ഞാൽ നൽകും, MLA ഇലക്ഷൻ കഴിഞ്ഞാൽ നൽകുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ടും ഇത് പാലിക്കാൻ, ഈ ഒരു ധാരണ പാലിക്കാൻ ലീഗ് ഇത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം UDF കോൺഗ്രസ് അംഗം. ശരി അരുൺ, മുസ്ലിം ലീഗ് വഞ്ചിച്ചത് കൊണ്ടാണ് BJPയെ പിന്തുണച്ചത് എന്നാണ് അവിനാഷ് മച്ചാദോ 24-നോട് പറഞ്ഞത്. അവിനാശിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് തലത്തിൽ ഒതുങ്ങി നിൽക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്, കാസർഗോഡ്.